ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിം ലെജൻഡ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ബ്ലോക്ക് സ്പോർട്സിൻ്റെ അടുത്തൊരു പാർട്ടായിട്ടാണ്. അപ്പോൾ നമ്മൾ 2000 ലെവലിലെത്തുമെന്നാണ് അടുത്ത വീഡിയോ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ 2200 എത്തി. അടുത്ത വീഡിയോ നമ്മൾ പറഞ്ഞത് 2590 വെള്ളമായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ നമ്മുടെ ഓറ ഇപ്പോൾ ഇച്ചിരി ഭംഗിയായി. പിന്നെ നമ്മൾ ബുദ്ധ തന്നെയാക്കി, കാരണം ഗ്രൈൻഡിങ്ങിന്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മറ്റേ വാട്ടർ കുംഫു അല്ല, മറ്റേ ഷാർക്ക് മാൻ കരാട്ടെ ഇല്ലേ, അതിൽ ഫ്രാഗ്മെൻ്റ് ഉണ്ടോ വെച്ചാൽ പൈസ 3 മില്യൺ വേണം. അപ്പോൾ 2.5 ഉണ്ട് ഇപ്പോൾ. അത് പോരാപ്പോൾ നമുക്ക് CB സ്റ്റണ്ട് ഇത് പൈസ ഉണ്ടാകാം. പിന്നെ നമ്മൾ ഫ്ലാഷ് സ്റ്റെപ്പ്, പിന്നെ ഏഞ്ചൽ V3 ഇതാണ് ഏഞ്ചൽ V3യുടെ എബിലിറ്റി. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഹെൽത്ത് പെട്ടെന്ന് കൂട്ടണുണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ. അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ആ ടിക്കി ഐലൻഡ് അറിയില്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ ഷിപ്പ് എടുത്ത് അങ്ങോട്ട് പോകും. ചിലപ്പോൾ ഈ ഷിപ്പും കൊണ്ട് പോയാൽ നമുക്ക് ചെറുതായിട്ട് പണി കിട്ടും. നമുക്ക് പിന്നെ ഗെയിം പാസ്സൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എനിക്കൊരു ഇച്ചിരി ലാഗ് വരുന്നുണ്ട്. എന്നാന്നറിയില്ല, അപ്പം ഗ്രാഫിക്സ് കുറച്ചിട്ടില്ല. നമ്മളൊന്ന് ഗ്രാഫിക്സ് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ ഗ്രാഫിക്സ് ഇച്ചിരി സെറ്റാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ കാണാൻ പറ്റുള്ളൂ, കുറച്ചിട്ടുള്ള, അല്ലെങ്കിൽ ലാഗ് അടിക്കും. അതാണ്. കുറച്ച് പോകണം ഇനിയിപ്പോൾ, സൂക്ഷിച്ചോടിക്കണം ഇനി, അല്ലെങ്കിൽ ഷിപ്പ് ഓടിക്കണം. മറ്റേ പിരാനയും ടെറർ ഷാർക്കൊക്കെ വരും. നമ്മളപ്പോൾ മാക്സ് ആയി കഴിയുമ്പോൾ സോൾ ഗിത്താറ് ഇപ്പോൾ സ്കൾ ഗിത്താർ എന്നാണ് ഇപ്പോൾ പറയണത്. പിന്നെ ഗോഡ് ഹ്യൂമൻ V4 അതൊക്കെ എടുക്കാൻ വീഡിയോസൊക്കെ വരും. വെക്കേഷൻ ഇനി വരുമല്ലോ, ഇപ്പോൾ വെക്കേഷനൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസ് ഇടാം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? നമുക്കൊന്ന് ഭാഗ്യമുണ്ടെങ്കിൽ ടെറർ ഷാർക്ക് കിട്ടാണ്ടിരുന്നായിരുന്നു. കാരണം ഈ ടെറർ ഷാർക്ക് കിട്ടുമ്പോൾ CB കഴിഞ്ഞ തവണ ഞാൻ ലാസ്റ്റ് പോയപ്പോൾ CBസിൻ്റെ ഹെൽത്ത് തീരാറൊക്കെയായിരുന്നു. പക്ഷേ അടിയിൽ കൂടെ ടെറർ ഷാർക്കും വന്നു, എല്ലാം വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് പോയി. അതുകൊണ്ട് അപ്പോൾ ഞാൻ ചത്തു. റൗണ്ടിൽ പോയി. അയ്യോ ഷിപ്പ് പോയിട്ട്, അയ്യോ ഇഷ്ടമല്ല. പിരാനെ കിട്ടിയില്ല, അവർ പോയില്ലേ. അതെങ്ങനെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. സ്ട്രീമിനിപ്പോൾ CBS സ്പോൺ ചെയ്യും. നമുക്ക് ടെറർ ഷാർക്കിന് ഇതുവരെ കിട്ടിയില്ല, ചിലപ്പോൾ കിട്ടുമോ. ഇത് ഇവിടം വരെ ഇപ്പോഴും വരാനാണ് ഇത്രയും പാട്. നമ്മളിനി ഗ്രൈൻഡിങ്ങിനെ തിരിച്ചുകൊണ്ട് വരുമോ? ഷിപ്പ് നമ്മുടെ പൊട്ടാറായിട്ടുണ്ട്. ഒരുപാടങ്ങ് കിട്ടി. ഓ പിന്നെ പിരാന പോയോ? പിരാന പോയി. ഇതെന്താ CBS സ്പോൺ ചെയ്യാത്തത്? ശേ,
പിരാന അയ്യോ ഇപ്പോൾ ഓടിക്കും വയ്ക്കും. ഇതിൽ കൂടുതൽ ഞാൻ അങ്ങോട്ടാ പോണേ. പിന്നെ നമ്മൾ പറയാൻ വിട്ടത് പെയിൽ സ്കാർഫ് എടുത്തു ഏഞ്ചൽ ഇത്തിരി പറഞ്ഞു തോന്നുന്നു. പിന്നെ സ്പൈക്കി ട്രൈഡൻ്റാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചേടാ 5 മിനിറ്റ് ആയിട്ട്. അപ്പോൾ നമ്മളിനി ഗ്രൈൻഡിങ്ങിന് പോകേണ്ടി വരുമെന്ന് അറിയില്ല. ചിലപ്പോൾ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ഗ്രൈൻഡിങ്ങിന് പോകേണ്ടി വരുമെന്ന്. കാരണം ഇത് നടക്കില്ല. CP സ്റ്റാൻഡെന്ന് പറഞ്ഞിട്ട് ഇത് അടുത്ത ഷിപ്പറായിട്ട്. ഈ ഐലൻഡ് ഏതാ? ഈ ഐലൻഡ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അയ്യോ ഷിപ്പ് പോയാൽ തീർന്നു. നമ്മളെ CBSൻ്റെ അടുത്തെത്തണ വരെ ഷിപ്പ് കിട്ടിയില്ലെങ്കിൽ പണിയാണ്. നമ്മൾ അങ്ങോട്ടാണ് നമുക്ക് റീസെറ്റ് ചെയ്യാം. നിങ്ങൾ ഇങ്ങോട്ട് കാര്യമൊന്നുമില്ല. പൊളിച്ചു. പിന്നെ അയ്യോ നമ്മളിവിടെ അല്ലല്ലോ, നമ്മൾ മറ്റേ ഇവിടെ വേറെ ഐലൻഡ് ആയില്ലായിരുന്നു. ലാഗ് ഒരു ബഗ് കാണിച്ചാലേ നമ്മൾ ഏഞ്ചൽ വീത്തർ ഇട്ടു. ഇനി നമ്മൾ അൾട്രാഫോൺ ചെയ്തു. ഇവിടെ പൊളിയല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്ന് ചിലപ്പോഴാണ് അതിൻ്റെ അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ 2200 ലെവലായിട്ട് ഇതുവരെ റിപ്പെന്തിനെ ഡിഫീറ്റ് ചെയ്തിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ചെസ്റ്റ് തുറന്നിട്ട് നമുക്ക് മറ്റേ ഗോഡ് സ്റ്റാലസ് കിട്ടിയിട്ടില്ല. അതാണ് ഗോഡ് സ്റ്റാലസ് കിട്ടേണ്ടത്. സ്പോൺ ചെയ്യിക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. ഒരു ഗസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. മൊത്തത്തിൽ പൈസ കുറച്ചായിട്ട് വിടണം. കാരണം നമുക്ക് CBs ഉണ്ട്. നമുക്ക് ഒരൊറ്റക്കില്ലിന് 200K കിട്ടും. അതാണ് ഗുണം. പക്ഷെ അത് സ്പോണായില്ല, അതാണ് പ്രശ്നം പറ്റിയത്. അല്ലെങ്കിൽ നമുക്കത് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചില്ലായിരുന്നു അതാണ് ഈ ഫ്ലാഷ് സ്റ്റെപ്പിൻ്റെ ഉപയോഗം. ഇപ്പം കാണിച്ചു തന്നോളെ. ഇങ്ങനെ ഇതാണ് ഈ ബുദ്ധ റൈഡ്. എൻ്റെ ബുദ്ധ ഫുള്ളി അവേക്കൺ ചെയ്യണമെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ 600K ആയി. പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്താൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. നമുക്ക് ഒരു CB സ്റ്റാൻഡ് ഇട്ട് പറഞ്ഞെങ്കിൽ ഭയങ്കര എളുപ്പമായിരുന്നു. സർവർ ഹോപ്പ് ചെയ്തോ. ഈ ഹെൽത്ത് കയറി തന്നെ അത് ഉണ്ടോ? ഞാനതങ്ങനെ ഇട്ടിട്ട മറ്റേ അറിയാനുണ്ടോ? ഞാൻ സൗണ്ട് ഓഫർ ചെയ്താലോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ വേണ്ടല്ലേ? ഇപ്പം ഫ്രൂട്ടൊന്നുമില്ല. കണ്ടോ, ചെറിയൊരു ബഗ് അടിക്കാനുണ്ടോ? അതിൻ്റെ ഗ്രാഫിക്സ് കൂട്ടിയിടുമ്പോൾ എൻ്റെ ഫോണിന് പ്രശ്നമാകും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു 5 ലൈക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ മറ്റേ ഈ ഷാർക്ക് ആങ്കറിൻ്റെ എടുക്കണ വീഡിയോ ഇടാം, അല്ലെങ്കിൽ V4 എടുക്കണതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ നമുക്കൊന്ന് 3 മില്യൺ എത്തിക്കാൻ പറ്റുമോ? ഒരു ഉറപ്പുമില്ല, കാരണം നല്ല സമയമെടുക്കും. അപ്പോൾ നമ്മൾ 600K ഉണ്ടായിട്ടുള്ളൂ. നമുക്കിനി എത്ര വേണം? 400K കൂടി ഉണ്ടെങ്കിലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ.
ആരും പറ്റില്ല തോന്നുന്നു. ഇവർ സർവറിലെന്താ സംഭവം? നമുക്കിപ്പോഴും 2.5 മില്യൺ ആണ്. ഇപ്പോൾ 4 ആയോ? ബൗണ്ടി ഇപ്പോൾ നോക്കാറില്ല. ഞാൻ ഇപ്പോൾ എല്ലാവരെയും കൊല്ലാൻ വന്നെങ്കിൽ ബുദ്ധ വെച്ച് തന്നെ കൊന്നുകൊണ്ടിരിക്കും. സ്പാമിങ് സിമ്പിളാണ്. നമ്മൾ ചുമ്മാ ഫൈറ്റിംഗ് സ്റ്റൈൽ എടുത്തിട്ട് അപ്പോൾ നമ്മൾ നിർത്തുമോ? ചിലപ്പോൾ എത്തുമായിരിക്കും. അല്ല, ഗ്രൈൻഡ് ചെയ്യണതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഗെയിമിൽ പൈസയും കിട്ടും. പിന്നെ മറ്റേ എന്താ കിട്ടുക, ഗെയിമിൽ പൈസയും കിട്ടും. പിന്നെ മറ്റേ നമ്മുടെ ഈ ലെവൽ കിട്ടും ആണ് കോപ്പം. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ CB സ്റ്റാറിങ് നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാകാം. അതെ വന്നു. ഓരോരുത്തന്മാർ ശല്യം. ചുമ്മാ അങ്ങോട്ട് ഗസ്റ്റ് എടുത്തിട്ട് ലാഗ് സ്പാമിയെ പറ്റിയില്ല. അടി. ഇതെന്ത്? പോയിക്കോന്നില്ല. ബെസ്റ്റാനും ബുദ്ധിയ തീർന്നൂടാ. തീർന്നു സെറ്റ് അമ്മ ക്വസ്റ്റ് എടുത്തിട്ട് തന്നെ വിട്ടുകൊടുത്തേക്കാം. നമുക്ക് ഡ്രാഗൺ ടാലണമൊന്നുമില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാ സമയങ്ങളായിരുന്നുള്ളൂ. അമ്മമാരുടെ PvPക്ക് പോയാൽ സമയം പോയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വല്ല ഒന്നും ചെയ്യാണ്ട് ചുമ്മാ കറണ്ട് അടിച്ചടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ലാഗ് നോക്കി. പിന്നെ ലാഗ്. നമ്മളിതുവരെ 700K ആയിട്ടില്ല. പൊളിച്ചു. പിന്നെ കുറേ സമയം എടുക്കും ശരിക്കും പറയാൻ. $700K ആയി നമ്മൾ. ബോസ് വല്ലതും ഉണ്ടോ? ബോസില്ല. നമ്മളിപ്പോൾ സ്റ്റാർസ് ഇട്ടില്ല.
നമ്മൾ പിന്നെ ഫുൾ ബോഡി ഹാക്കിങ് കൂടി എടുത്തായിരുന്നു, പറയാൻ മറന്നുപോയി. നമ്മൾ ഇച്ചിരി ബഗ് അടിക്കേണ്ടത് ഫുൾ ബോഡി ഹാക്കിയാണത്. നമ്മളൊന്ന് ചിലപ്പോൾ ഈ ഷാർക്ക് മാൻ കരാട്ടെ എടുത്തിട്ടാണ് നമ്മുടെ വീഡിയോ തീരുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. CB സ്റ്റണ്ടിന് ആരും വരാത്തോണ്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തായി ഇപ്പോൾ. പിന്നെ നമ്മുടെ ഇതിൻ്റെ വീഡിയോസ് പെട്ടെന്ന് വരില്ലാത്തതുകൊണ്ടാണ്. ഈ പേൾ സ്കാർഫ് എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ വ്യൂ കൂട്ടും. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ ഐലൻഡിലുള്ള എല്ലാവരെയും കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഉള്ള വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അതിൻ്റെ കണ്ട അവിടെയൊക്കെ ഒരുത്തൻ നിൽക്കണുണ്ടോ. പിന്നെ ഇവിടെ അവിടെ നിന്ന് ഒരുത്തൻ വരണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി 800 ആവാറായി. നമ്മൾ വേഗം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് 800 ആവും. 800 ആയ പിന്നെ സിമ്പിളാണ്. ഒരു 200 ഉണ്ടാക്കിയാൽ മതി. 200 ആണോ? 200 കൂടി ഉണ്ടാക്കിയാൽ 3 million ആവും. പക്ഷെ നമ്മളിനി അത് ചെയ്യാൻ പോകുമ്പോൾ ഫുൾ പൈസ എന്ത് തരും അപ്പോൾ തന്നെ. അതാ പ്രശ്നം. അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ. പക്ഷേ അത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, അതല്ലെങ്കിൽ കിട്ടില്ല. പഴയ എനിക്കൊന്നും നമ്മൾ ഫുള്ളും അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്
ഏതെങ്കിലും ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റോബ്ലോക്സിലായാലും. ഇപ്പോൾ നമുക്കിന്നൊരു 200K കൊണ്ട് ഉണ്ടാക്കണം. വേഗം ഉണ്ടാക്കാൻ നോക്കാം. കുറേ സമയമെടുക്കും. ഞാൻ കറക്റ്റ് മണി വെച്ചാൽ ഉണ്ടാക്കുകയുള്ളൂ. അതെന്താണെന്നറിയില്ല. എപ്പോഴും കറക്റ്റിൽ വെച്ചിട്ട് കളയും, മേടിക്കും കളയും, മേടിക്കും കളയും, പിന്നെ ഉണ്ടാക്കും. ഇപ്പോൾ എനിക്കൊരു ലെപ്പേർഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് മണി വെച്ച് നിർത്തും, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കില്ല. ചിലപ്പോൾ പൈസ ഉണ്ടാക്കും അങ്ങനെ. എന്നാലും ഞാനിപ്പോൾ ലെപ്പേർഡ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാക്സ് ആയി കഴിയുമ്പോൾ സ്റ്റോക്കിൽ നിന്ന് എടുക്കും. അല്ലെങ്കിൽ ഞാൻ വല്ല റംബിളും എല്ലാം കഴിച്ചിട്ട് അവേക്കൺ ചെയ്തിടും. റംബിളും നല്ലതാണ്. എന്നിട്ട് കുറേ സാധനം ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ എടുക്കാൻ പോകും. അപ്പോൾ ഗോഡ് ഹ്യൂമൻ എടുക്കണമെന്നുണ്ട്. എൻ്റെ ഓവർ ഓഫായി പോയിടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സൈബോർഗ് V3 എടുക്കണേ. ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്ന ചിലപ്പോൾ വരും. സൈബോർഗ് V3യിലാണ് ആകെ അപ്പുറത്തെ ഒപ്പോണൻറ്റിനെ ഡാമേജ് ചെയ്യുന്ന എബിലിറ്റി ഉള്ളു. ഇത് ബാക്കിയുള്ളതിൽ നമുക്ക് ഹീലിങ്ങും അങ്ങനത്തെ ഇതൊക്കെയല്ലേ. ഒപ്പോണൻറ്റിനെ ഡാമേജ് ചെയ്യില്ല. അതിന് V4 തന്നെ വേണം. ഇതിൽ V3യിൽ തന്നെ നമുക്ക് ഒരു ഇടിമിന്നൽ പോലത്തെ ഒരു സാധനം കിട്ടും തന്നെ. പെട്ടെന്ന് 3 മില്യൺ ഉണ്ടാക്കണം. അയ്യോ സമയമില്ല. നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് 14 ലെവലെത്തി. 2214. ഹോ എൻ്റെ പൊന്നേ. മറ്റേ കേക്ക് പ്രിൻസ് ഫോൺ ചെയ്തോ? കേക്ക് പ്രിൻസ് അല്ല, ഗ്രാഫിക്സിൽ എൻ്റെ ഗ്രാഫിക്സ് കുറച്ചിട്ടേക്കുക. അതിൻ്റെയാണത്. എനിക്ക് വാട്ടർ പ്രൂഫ് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. കാരണം ഭയങ്കര സ്പീഡിൽ അടിക്കാൻ പറ്റും എല്ലാത്തിനേക്കാളും. നമ്മളിപ്പോൾ 900K ആവാറായി. നമ്മൾ അങ്ങനെ 900 എത്തി. ഇനി നമുക്ക് ഒരു 100K കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നേരെ കാസിഡി പോയിട്ട് വാട്ടർ പ്രൂഫ് വാങ്ങാം. അല്ല, വാട്ടർ പ്രൂഫും അല്ല, ഷാർക്ക് മാൻ കരാട്ടെ.
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ തീരാറായി. അപ്പോൾ നമുക്ക് വേഗം ഗ്രൈൻഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റേ സീ ബീസിനൊക്കെ കൊല്ലു വരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ സമയത്ത് നമ്മുടെ ഇത് വാട്ടർ പ്രൂഫ് മേടിച്ചാൽ, കാരണം അത്രയും പൈസ കിട്ടും അതിനെ കൊല്ലുമ്പോൾ. പക്ഷെ നമ്മൾ 2 പേരൊന്നും ഇല്ലെങ്കിൽ അത് സ്പോണാവാൻ പാടാത്. നമുക്ക് ചെറിയ ലാഗ് അടിക്കുന്നു. ഫൈനലി 958K. ഇനി നമ്മൾ പെട്ടെന്ന് ആയിക്കോളുമായിരിക്കും. വേഗം ഗ്രൈൻഡ് ചെയ്താൽ നമുക്ക് പിന്നെ 70 ലാഗ്. യെസ്, 82. 2 ഗസ്റ്റോടെ ചെയ്താൽ കിട്ടും. നമുക്കിനി അവിടെ വരെ ഷിപ്പ് ഓടിച്ച് പോകണം, അതിൻ്റെ ഒരു ഇതുള്ളൂ. നമുക്കിനി കാസിലെ ഹോം പോയിൻ്റ് വയ്ക്കാം. എത്ര നാളും മാൻഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയതാണ്, മറ്റേ ഗ്രൈൻഡിങ്ങിന് വരെ എളുപ്പത്തിന്. യെസ്, 3 മില്യൺ. നമുക്ക് ഒരു ലെവലോടെ കൂട്ടാൻ, കാരണം അത് ഒരു ഇതാണ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഒരേ ഒരു ലെവലോടെ കൂട്ടാം, കാരണം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഡ്രാഗൺ ബ്രത്ത് മാക്സ് ആവാറായി, നമ്മുടെ ലെവലും മാക്സ് ആവാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് 500 അങ്ങാണ്ട് കിടപ്പുണ്ട്, ഇനിയും ചെയ്യാം. 500 അല്ല, 400 ആണോ?
അപ്പോൾ ആ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ലെവൽ നോക്കി ഗൈസ്, അത് കാണിക്കാനാണ്. 2 ഫുൾ 2 പൊളിയല്ലേ. നമുക്കൊരു വേഗം പോകണം, സമയമില്ല. നമ്മളിനി അവിടെ എത്തിയിട്ട് കാണാം മറ്റേ ക്യാസിലിൽ. അപ്പോൾ നമ്മൾ മാൻഷനല്ല ക്യാസിലെത്താറായിട്ടുണ്ട്. 3,005,000 ഫ്രാഗ്മെൻറ്റുമാണ് ഷാർമാൻ കരാട്ടയ്ക്ക് വേണ്ടത്. മറ്റേ നമ്മുടെ കയ്യിൽ 5,913 ഫ്രാഗ്മെൻറ്റും 3 മില്യൺ പൈസയുണ്ട്. എന്താ ജമ്പ് ചെയ്യാൻ പറ്റാത്ത? ബഗ് ഓടാന്ന് നമുക്ക് ഷാർക്ക്മാൻ 2,500 മതിയായിരുന്നോ? നമ്മൾ ചമ്മി ഗൈസ്. ഷാർക്ക്മാൻ കരാട്ടെ, ഫൈനലി നമ്മളതങ്ങനെ എടുത്തു ഗൈസ്. ഷാർക്ക്മാൻ കരാട്ടെ എൻ്റെ വാട്ടർ കുംഫുവിൻ്റെ ഒരേതാണോ? എൻ്റെ വാട്ടർ കുംഫുവിൻ്റെ ഒരേതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇടയ്ക്കൊരു ബഗ് കണ്ടോ, ഫുൾ ബോഡി ഹാക്കി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.